ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്താനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഐ വിഷ് ഐ ഡാഷ് ടാളർ. ഐ വിഷ് ഐ ഡാഷ് ടാളർ. ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വെയർ ആണ് കേട്ടോ. ഐ വിഷ് ഐ വെയർ ടാളർ. അപ്പോൾ ഈ ഐ വിഷ് എന്ന് സെൻറ്റൻസ് തുടങ്ങുന്ന സമയത്ത് അടുത്ത സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. ഓക്കെ, ഐ വിഷ് കഴിഞ്ഞാൽ അടുത്ത സിമ്പിൾ പാസ്റ്റ് ആണ് വരേണ്ടത്. ചില സന്ദർഭങ്ങളിൽ പാസ്റ്റ് പെർഫെക്റ്റും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ആഗ്രഹമാണ് പറയുന്നത്, ആഗ്രഹം. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഐ വിഷ് ഐ വെയർ ടോളർ കേട്ടോ. അവൻ്റെ ആഗ്രഹമാണ് പറയുന്നത്, ടാളർ ആയിരുന്നെങ്കിൽ എന്നുള്ള. അപ്പോൾ ഐ വിഷ് ഐ വെയർ ടാളർ സിമ്പിൾ പാസ്റ്റാണ് ആൻസർ. ആ സിമ്പിൾ പാസ്റ്റാണ് വരേണ്ടത്, അപ്പോൾ വെയർ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് ഡ്രൗസി. ഡ്രൗസി എന്ന വാക്കിൻ്റെ സിനോണിം. ഡ്രൗസി മീനിങ് എന്താണ്? ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ ഉറക്കം തെളിയാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഡ്രൗസി, ഉറക്കം തൂങ്ങുക. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്ന ഏതാണ്? സ്ലീപ്പി അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സ്ലീപ്പി ആണ്. ഡ്രൗസി മീൻസ് ഉറക്കം തൂങ്ങുക. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് സ്ലീപ്പി ആണ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, സൂത്തിങ്. സൂത്തിങ് എന്ന് വെച്ചാൽ എന്താണ്? ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കുന്ന എന്നൊരു മീനിങ് ആണ് സൂത്തിങ് കേട്ടോ. സൂത്തിങ് മീൻസ് ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കുന്ന. ഇനി ഓപ്ഷൻ ബി, ലേസി. ലേസി മീനിങ് എന്താണ്? മടിയനായ അല്ലേ? മടിയനായ അല്ലെങ്കിൽ മന്ദഗതിയായ, മടിയനായ എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ സി, എക്സോസ്റ്റഡ് മീനിങ് എന്താണ്? തളർന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചു തീർന്ന എന്നൊരു മീനിങ് ആണ് എക്സോസ്റ്റഡ് കേട്ടോ. എക്സോസ്റ്റഡ് മീൻസ് തളർന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചു തീർന്ന. അപ്പോൾ ഇവിടെ ഡ്രൗസി മീനിങ് ഉറക്കം തൂങ്ങുക. അപ്പോൾ അതേ സെയിം മീനിങ് വരുന്നത് സ്ലീപ്പിയാണ്. അടുത്ത ചോദ്യം, ഹീ സെഡ് ദാറ്റ് ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. ഹീ സെഡ് ദാറ്റ് ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണ് ആൻസർ എന്ന് പറഞ്ഞേ. ആൻസർ ഒന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കടക്കാം. ആൻസർ ഓപ്ഷൻ ബി, റൈസസ് ആണ്. റൈസസ്. ഹീ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇപ്പോൾ പലരും ഇവിടെ സെഡ് പാസ്റ്റ് അല്ലേ വന്നത്, അതുകൊണ്ട് ഇവിടെയും കൊണ്ടുപോയി പാസ്റ്റ് എഴുതും. അപ്പോൾ അത് തെറ്റാണ്. കാരണം ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് അല്ലേ? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയണം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിൽ പറയണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെഡ് വന്നതുകൊണ്ട് പാസ്റ്റ് എന്ന് എഴുതി അപ്പുറത്തും പാസ്റ്റ് എഴുതരുത്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്താണ്, അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റിൽ എഴുതണം. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ബിയും വരും. സണ്ണ് സിംഗുലർ ആയതുകൊണ്ട് റൈസസ് ആണ് ആൻസർ. സണ്ണ് സിംഗുലറാണ്, അപ്പം വെർബ് എന്ത് വരണം? സിംഗുലർ വരണം അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, റൈസസ്. ഹീ സെഡ് ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അടുത്ത ചോദ്യം, എ ബർഗ്ലർ ബ്രോക്ക് ഡാഷ് ഹിസ് ഹൗസ് ലാസ്റ്റ് നൈറ്റ്. എ ബർഗ്ലർ ബ്രോക്ക് ഡാഷ് ഹിസ് ഹൗസ് ലാസ്റ്റ് നൈറ്റ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബ്രോക്ക് ഇൻറ്റു ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ബ്രോക്ക് ഇൻറ്റു ആണ്. ബ്രോക്ക് ഇൻറ്റുവിൻ്റെ മീനിങ് എന്താണ് പറയാമോ? ബ്രോക്ക് ഇൻറ്റു മീനിങ്. ഇപ്പോൾ ബ്രോക്ക് ഇൻറ്റു മീൻസ്
കുത്തി തുറക്കുകയാണ് കേട്ടോ, കുത്തി തുറക്കുക. ദ ബർഗ്ലർ ബ്രോക്ക് ഇൻ ടു ഹിസ് ഹൗസ് ലാസ്റ്റ് നൈറ്റ്. അതായത് ബർഗ്ലർ ലാസ്റ്റ് നൈറ്റിൽ അവൻ്റെ ഹൗസ് കുത്തി തുറന്നു എന്നാണ്. അപ്പോൾ ലാസ്റ്റ് നൈറ്റിൽ അവസാന രാത്രി അവൻ്റെ ഹൗസ് ബർഗ്ലർ കുത്തി തുറന്നു എന്നാണ് വരുന്നത്. കുത്തി തുറന്നു അല്ലെങ്കിൽ അതിക്രമിച്ച് കടക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ബ്രോക്ക് ഇൻ ടു കേട്ടോ. ഇനി ഓപ്ഷൻ എ ബ്രേക്കപ്പ് എന്തോന്നാണ്? ബ്രേക്കപ്പ് മീൻസ് നമുക്കറിയാമല്ലോ, ബന്ധം അവസാനിപ്പിക്കുക എന്നൊരു മീനിങ് ആണ് ബ്രേക്കപ്പ്. അതുപോലെ ഓപ്ഷൻ ബി ബ്രേക്ക് ഔട്ട് മീനിങ് എന്താണ്? പൊട്ടിപ്പുറപ്പെടുക അല്ലേ, കോവിഡ് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പോൾ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടു, അപ്പം ബ്രേക്ക് ഔട്ട് മീൻസ് പൊട്ടിപ്പുറപ്പെടുക. അതുപോലെ ഓപ്ഷൻ ഡി ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്? വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നൊക്കെ പറയാറില്ലേ നമ്മൾ. അപ്പോൾ നിശ്ചലമാവുക അല്ലെങ്കിൽ പ്രവർത്തനം നിലയ്ക്കുക എന്നൊരു മീനിങ് ആണ് ബ്രേക്ക് ഡൗൺ കേട്ടോ. അപ്പോൾ അതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ബ്രോക്ക് ഇൻ ടു മീൻസ് ബ്രേക്ക് ഇൻ ടു അല്ലെങ്കിൽ ബ്രോക്ക് ഇൻ ടു മീനിങ് അതിക്രമിച്ച് കടക്കുക അല്ലെങ്കിൽ കുത്തി തുറക്കുക. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇപ്പോൾ 40 എന്ന വാക്കാണ്, അത് കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള ഇവിടെ തന്നിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. 40 FORTY FORTY. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിനോണിമസ് ടു ദ വേർഡ് കോൺജക്ചർ. ഇപ്പോൾ കോൺജക്ചർ എന്ന വേർഡിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കോൺജക്ചറിൻ്റെ മീനിങ് എന്താണ്? ഇപ്പോൾ കോൺജക്ചറിൻ്റെ മീനിങ് ഊഹമാണ് കേട്ടോ. ഊഹം അല്ലെങ്കിൽ ഊഹിക്കുക, അനുമാനിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ അതേ സെയിം മീനിങ് പറഞ്ഞ ഏതാണ്? ഗസ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗസ്. ഇപ്പോൾ കോൺജക്ചർ മീനിങ് ഗസ് ആണ്. ഊഹം അല്ലെങ്കിൽ അനുമാനിക്കുക, അഭ്യൂഹം, പ്രവചനം എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കോൺജക്ചറിൻ്റെ സിനോണിമ് ഗസ് ആണ്. അടുത്ത ചോദ്യം, ദ ആൻറ്റോണിം ഓഫ് ടാസിറ്റേൺ. ടാസിറ്റേൺ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ്. ഇപ്പോൾ ടാസിറ്റേൺ എന്ന വാക്കിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടാസിറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് മാത്രം സംസാരിക്കുന്ന അല്ലേ, മിതഭാഷിയായ അല്ലെങ്കിൽ കുറച്ച് മാത്രം സംസാരിക്കുന്ന എന്നൊരു മീനിങ് ആണ് ടാസിറ്റേൺ. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഏതാണ്? ഗാരുലസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഗാരുലസ് ആണ്. ഗാരുലസിൻ്റെ മീനിങ് അധികമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വാചകമടിക്കുന്ന, അതിഭാഷകനായ എന്നൊക്കെ ഒരു മീനിങ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ടാസിറ്റേൺ മീനിങ് കുറച്ച് മാത്രം സംസാരിക്കുന്ന, അതിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്പോസിറ്റ് മീനിങ്. അപ്പോൾ അത് ഗാരുലസ് ആണ്. ഗാരുലസ് മീനിങ് വളരെയധികം സംസാരിക്കുന്ന എന്നൊരു മീനിങ് ആണ്. ഇനി ഓപ്ഷൻ എ നോക്കിയേ. ഡുബിയസിൻ്റെ മീനിങ് എന്താണ്? ഡുബിയസിൻ്റെ മീനിങ് സംശയാസ്പദമായ അല്ലെങ്കിൽ അവ്യക്തമായ കേട്ടോ. ഇനി ഓപ്ഷൻ ബി ഗള്ളിബിളിൻ്റെ മീനിങ് എന്താണ്? എളുപ്പം പറ്റിക്കാവുന്ന അല്ലേ, അല്ലെങ്കിൽ എളുപ്പം കബളിക്കാവുന്ന, എളുപ്പം പറ്റിക്കാവുന്ന എന്നൊരു മീനിങ്ങാണ് ഗള്ളിബിൾ. പിന്നെ റെഡ്യൂസ് നിങ്ങൾക്കറിയാം, റെഡ്യൂസ് ചെയ്യുക, കുറയുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നൊരു മീനിങ്ങാണ്. ഇപ്പോൾ ടാസിറ്റേൺ കുറച്ച് മാത്രം സംസാരിക്കുന്ന, അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഗാരുലസ്, വളരെയധികം സംസാരിക്കുന്ന. ഡുബിയസിൻ്റെ മീനിങ് സംശയാസ്പദമായ അല്ലെങ്കിൽ അവ്യക്തമായ. ഗള്ളിബിളിൻ്റെ മീനിങ് എളുപ്പം പറ്റിക്കാവുന്ന. റെഡ്യൂസ് നിങ്ങൾക്കറിയാം, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറയുക എന്നൊരു മീനിങ്ങാണ്. അടുത്ത ചോദ്യം, ദിസ് ബോയ് ഈസ് അഫ്രൈഡ് ഡാഷ് ദ ഡോഗ്. ദിസ് ബോയ് ഈസ് അഫ്രൈഡ് ഡാഷ് ദ ഡോഗ്. ഏത് പ്രൊപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ അഫ്രൈഡിനോടൊപ്പം യൂസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ ഓഫ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓഫ്. ദിസ് ബോയ് ഈസ് അഫ്രൈഡ് ഓഫ് ദ ഡോഗ്.
കേട്ടോ. അഫ്രൈഡിനോടൊപ്പം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ദിസ് ബോയ് ഈസ് അഫ്രൈഡ് ഓഫ് ദ ഡോഗ്. അടുത്ത ചോദ്യം, ഹി ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ഡാഷ് സച്ച് എ വർക്ക്. ഹി ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ഡാഷ് സച്ച് എ വർക്ക്. ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? ഹി ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ഡാഷ് സച്ച് എ വർക്ക്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ആപ്റ്റിറ്റ്യൂഡ് 4 ആണ്. ഹി ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ സച്ച് എ വർക്ക്. ആപ്റ്റിറ്റ്യൂഡ് എന്ന വാക്കിനോടൊപ്പം ചേർക്കുന്ന പ്രൊപ്പോസിഷൻ 4 ആണ്. ഹി ഹാസ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ സച്ച് എ വർക്ക്. അപ്പോൾ അഫ്രൈഡിനോടൊപ്പം ഓഫും ആപ്റ്റിറ്റ്യൂഡിനോടൊപ്പം 4ഉം ആണ്. അടുത്ത ചോദ്യം, ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ്. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ്. ഏതാണ് വരുന്നത്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. കേട്ടോ. ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ദ പ്ലസ് കമ്പാരിറ്റീവ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ദ പ്ലസ് കമ്പാരിറ്റീവ്. ഡീപ്പർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ആരംഭിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ഭാഗവും ദ പ്ലസ് കമ്പാരിറ്റീവിൽ തന്നെ ആയിരിക്കും. കേട്ടോ. ദ പ്ലസ് കമ്പാരിറ്റീവിൽ ആരംഭിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ഭാഗവും ദ പ്ലസ് കമ്പാരിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണല്ലോ ഇവിടെ. ദ ഡീപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ്. അപ്പോൾ അടുത്ത ഇവിടെ എന്ത് പറയണം? ദ പ്ലസ് കമ്പാരിറ്റീവിൽ ആരംഭിക്കണം. അങ്ങനെ ഇവിടെ ഉള്ള ഏതാണ്? ദ പ്ലസ് ഗ്രേറ്റിൻ്റെ കമ്പാരിറ്റീവ് ആണ് ഗ്രേറ്റർ, അല്ലേ? ഗ്രേറ്റ് പോസിറ്റീവ് ഡിഗ്രി, അതുപോലെ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഗ്രേറ്റർ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഗ്രേറ്റസ്റ്റ്. അപ്പോൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി വരണം, ഗ്രേറ്റർ വരണം. അങ്ങനെയുള്ളത് ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. കേട്ടോ. അപ്പം ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ആരംഭിക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ രണ്ടാമത്തെ ഭാഗവും ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും. കേട്ടോ. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കണ്ടു നോക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.